ഹായ്, നമ്മൾ അമൂൽ പിസ്സയാണ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. അതിൻ്റെ ബാക്കിൽ തന്നെ എല്ലാം എങ്ങനെ ഉണ്ടാക്കണം, ഇൻഗ്രീഡിയൻ്റ് എന്താണ്, കലോറി എന്താണെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. 130 രൂപയാണ് വരുന്നത്. എക്സ്പയറി ഡേറ്റ് ഒന്നും കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഇതിൽ ഇലക്ട്രോണിക് ഓവനും ഗ്യാസ് ഓവനും തവയിലൊക്കെ എങ്ങനെ ഉണ്ടാക്കണമെന്ന് കൊടുത്തിട്ടുണ്ട്. തവയിൽ പ്രീഹീറ്റ് ചെയ്യുക, ആ സാധനം വയ്ക്കുക. അത് കഴിഞ്ഞ് 8 മുതൽ 10 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ അത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അതിന് പ്രിങ്കിൾസ് അഴിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ആദ്യം പാത്രം കഴുകി അത്യാവശ്യം നട്ട് കഴുകി അടുപ്പത്ത് വെച്ചു. അത് കഴിഞ്ഞ് നമുക്ക് പിസ്സ പൊട്ടിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പിസ്സ പ്ലാസ്റ്റിക്കിൽ റാപ്പ് ചെയ്തിട്ട് അതിന് ചീസൊക്കെ ഇട്ട് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ 2 ഗാർലിക് 2 ചില്ലി ഫ്ലേക്സും ഉണ്ട്. ഓർഗാനോ ഉണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചു, പക്ഷേ ഓർഗാനോ ഉണ്ടായിരുന്നില്ല അതിൻ്റെ കൂടെ. ഇത് പൊട്ടിക്കാനായിട്ട് ഭയങ്കര പാടാണ്. അതിൻ്റെ പരിശ്രമങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവസാനം കത്തിരിയൊക്കെ വെച്ച് തൽക്കാലത്തേക്ക് കൈയൊക്കെ വെച്ചിട്ട് പൊട്ടിച്ചെടുത്ത്. ഭയങ്കര പാടായിരുന്നു, സാധനം വരുന്നുണ്ടായില്ല. അതിന് നമ്മൾ അടുപ്പത്ത് വെച്ചു. പാൻ ചൂടാക്കിയിട്ടാണ് ഞാൻ തീ കുറച്ച് വെച്ചത്. എന്നിട്ട് നമ്മളത് ചൂടാകാൻ വേണ്ടിയിട്ടൊരു സ്റ്റീൽ പാത്രം കൊണ്ട് മൂടി വെച്ചു. അപ്പോൾ പൊക്കത്തൊന്നും ചൂട് കൂട്ടി മെൽറ്റ് ആവുമല്ലോ. പ്രിങ്കിൾസ് തീർന്ന വഴി ഞാൻ അറിഞ്ഞില്ല. അതപ്പം തന്നെ ഞാൻ കൊണ്ട് കളഞ്ഞു. സ്വാഭാവികം. അത് കഴിഞ്ഞ് എനിക്ക് ക്ഷമ ഉണ്ടായിരുന്നില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പൊക്കി നോക്കാൻ തുടങ്ങി, ആയിട്ടുണ്ടാവുമോ ഇല്ലയെന്ന് അറിയാനായിട്ട്. ഈ സാധനം ഈ പൊങ്ങി വന്നുമില്ല. ആദ്യം ഞാൻ കൈ കൊണ്ട് ജസ്റ്റ് നോക്കിയപ്പോൾ കൈ നൈസായിട്ട് പൊള്ളിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് തുണി വെച്ചിട്ട് നോക്കി, തുണി വെച്ചിട്ട് വന്നില്ല. പിന്നെ ഞാൻ തീരുമാനിച്ചത് കത്തിയും കൊണ്ട് ചെയ്ത് നോക്കാം. കത്തിയും കൊണ്ടാക്കിയപ്പോൾ ആ പാത്രം പൊങ്ങി വന്നിട്ടുണ്ട്. പക്ഷേ അത് മെൽറ്റായിട്ടില്ല. ഞാനൊരു 6 മിനിറ്റ് വെച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അടിയിലാണെങ്കിൽ ലൈറ്റായിട്ട് ചെറിയ ബ്രൗൺ ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു സ്റ്റീൽ പാത്രം ഒന്ന് ചൂടാക്കിയിട്ട് പൊക്കത്തൂടെ വെക്കുമ്പോൾ പൊക്കത്തെ ചീസ് നന്നായിട്ട് മെൽറ്റ് ആവുമല്ലോ. അപ്പം അങ്ങനെ ഒരു ഐഡിയ ചെയ്തിട്ടാണ് ഞാൻ പിന്നെ അത് മെൽറ്റാക്കി എടുത്തത്. എന്നിട്ട് പിന്നെ നോക്കിയപ്പോഴേക്കും ആ പാത്രത്തിൻ്റെ നിങ്ങൾ കാണുന്നില്ല എന്നുള്ള പാത്രത്തിൻ്റെ പൊക്കത്തൊക്കെ ചീസായി. അടിയിലാണെങ്കിൽ നല്ലോണം കറുത്തും വരുന്നുണ്ട്. അത്യാവശ്യം ആയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം പിന്നെ നമുക്ക് കഴിക്കാനുള്ള പരിപാടിയിലോട്ട് കയറാമല്ലോ. അത്യാവശ്യം ആയിട്ടുണ്ട്. എന്നാലും ആ ചീസ് മെൽറ്റാവാത്തത് കൊണ്ട് എനിക്കങ്ങോട്ട് തിന്നാൻ തോന്നുന്നില്ല. 8 മിനിറ്റ് കഴിഞ്ഞ് ഇതിനുള്ളിൽ. എന്നിട്ട് ഞാൻ കുറച്ച് നേരം കൂടി മൂടി വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് പിന്നെ തുറന്ന് നോക്കി. അപ്പോഴും കുറച്ചും കൂടി മെൽറ്റ് ആവാനുണ്ട്. പക്ഷേ അതിൻ്റെ അടിയിൽ അത് കരിഞ്ഞ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്താ ചെയ്യാമെന്ന് വിചാരിച്ച് എന്നിട്ട് നമ്മൾ കഴിക്കാനായിട്ട് എടുത്തു. ഇതിൽ കൂടുതൽ ക്ഷമ എനിക്ക് കിട്ടണില്ല. സോ നമ്മൾ കഴിക്കാനായിട്ട് തീരുമാനിച്ചു. അത് നമ്മൾ പ്ലേറ്റിലോട്ട് മാറ്റി. എന്താ നമ്മുടെ പിസ്സ കഴിക്കാൻ ഭയങ്കര കൊതിയാണ് ഈയിടെയായിട്ട്. കൊതിച്ച് എപ്പോഴും ഡോമിനോസിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കാറില്ലേ, വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതിയാണ് ഇത്തവണ നമ്മൾ ഈ ഒരു പിസ്സ വാങ്ങാമെന്ന് വിചാരിച്ചത്. അത് കിട്ടി. ആ എടുത്ത് അപ്പം തന്നെ നമ്മൾ ചില്ലി ഫ്ലേക്സൊക്കെ ഇട്ടു. ഓർഗാനോ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഓർഗാനോ ഇടാനായിട്ട് പറ്റിയില്ല. സോ ചില്ലി ഫ്ലേക്സ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ചില്ലി ഫ്ലേക്സ് ആദ്യമിട്ടത് ഇത്തിരി കൂടിപ്പോയി എന്ന് തോന്നിയോണ്ട് 2ാമത്തെ പാക്കറ്റിൽ ഞാൻ കുറച്ചേ ഇട്ടുള്ളൂ. അധികം കൂടിപ്പോയി ഇതിന് തിന്നാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മൾ വേറെ ഒന്നും അതിൽ കയറില്ല എന്നൊരു പ്രതീക്ഷയോടെ ഞാൻ കത്തിയാണ് ആദ്യം തന്നെ കയറ്റിയത്, മുറിക്കാനായിട്ട് യൂസ് ചെയ്തത്. ഇനി മറ്റേ ചട്ടമൊക്കെ എടുത്ത് മുറിച്ചിട്ട് ചീസിന് അതിലൊട്ടി അത് പിടിച്ച് വലിക്കി, അതിനെനിക്ക് താല്പര്യമില്ല. സോ നമ്മൾ സേഫായിട്ട് കത്തി കൊണ്ട് തന്നെ ആ സാധനമല്ല പിസ്സ നമ്മൾ മുറിച്ച്. പിസ്സ മുറിക്കുമ്പോൾ നല്ല അടിയിൽ നല്ല ക്രിസ്പി ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വലിച്ച് നോക്കുമ്പോൾ അത് നന്നായിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് വരുന്നതുകൊണ്ട് ആ ചീസിൻ്റെ പുള്ളപ്പ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പക്ഷേ ആദ്യത്തെ കടിയിൽ തന്നെ കഴിച്ചപ്പോഴേക്കും കുഴപ്പമില്ല, പുള്ളപ്പൊക്കെ വരുന്നുണ്ട്. ടേസ്റ്റ് കുഴപ്പമില്ല. അടിയിൽ ഇത്തിരി കരിഞ്ഞു പോയി. പക്ഷേ ആ ടേസ്റ്റ് എനിക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല.
ഓർഗാനോട് കുറവാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ സാധാരണ പിസ്സ ഓർഗാനോ ഇല്ലാണ്ട് കഴിച്ചാലും ടേസ്റ്റ് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ പിസ്സക്ക് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. പക്ഷേ പുള്ളൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. പക്ഷേ ടേസ്റ്റ് ഒരു രക്ഷയില്ല. എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നത്. എനിക്ക് പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്തിരി കെച്ചപ്പ് ഇട്ട് തിന്നാൽ ചിലപ്പോൾ നന്നായിരിക്കും എന്ന് കരുതി നമ്മൾ കെച്ചപ്പ് ഇട്ട് കഴിക്കാനായിട്ട് തീരുമാനിച്ചു. ആ തീരുമാനമായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പൊട്ട തീരുമാനം. അത് കഴിച്ചപ്പോൾ തന്നെ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അയ്യോ, ഞാൻ കഷ്ടപ്പെട്ടാണ് നിർത്തിയത്. കാശ് കൊടുത്ത് വാങ്ങിയതാണല്ലോ, കളയണ്ടെന്ന് കരുതി മാത്രം ഞാൻ ഈ സാധനം കഴിച്ചത്. എനിക്ക് കഴിക്കാനായി പിന്നെ ആ ഒരു കടിയായിട്ട് പിന്നെ എനിക്ക് കഴിക്കാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. എൻ്റെ 130 രൂപ വെറുതെ പോയി. അതിനിപ്പോൾ ഞാൻ ഓർത്തത് എനിക്കിഷ്ടമില്ലെങ്കിലും ചിലപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമാവാനായിട്ട് വളരെയേറെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് എടുത്ത് വെച്ചിട്ട് അമ്മ വരുമ്പോൾ അമ്മയ്ക്ക് കൊടുത്തിട്ട് അമ്മയുടെ ഒപ്പീനിയൻ കൂടി ചോദിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ അമ്മ വന്നപ്പോൾ തന്നെ ഞാൻ ആദ്യം ചെയ്തത് പിസ്സ കൊണ്ട് നമുക്ക് കഴിക്കാൻ കൊടുക്കുക എന്നതാണ്. വന്നപ്പോൾ തന്നെ അതെടുക്കണ്ട, മറ്റേതെടുക്ക്. പക്ഷെ അമ്മയുടെ എക്സ്പ്രഷൻ കണ്ടാൽ നിങ്ങൾ ഭയങ്കര ഇഷ്ടമായി. ഞാൻ വിചാരിച്ചില്ല അമ്മക്ക് ഇഷ്ടമാവുന്നു. ഒട്ടും വിശ്വസിക്കില്ല. കഴിച്ചു. പക്ഷെ എനിക്ക് തീരെ ഇഷ്ടമില്ല. പക്ഷെ എൻ്റെ അമ്മക്ക് ഇഷ്ടമായി. 130 രൂപ ഇത് വർത്താണെന്ന് വെച്ചാൽ ഒരിക്കലല്ല.